ഒരു സെഷനിൽ നമ്മൾ കണ്ടെയ്നർ വിഡ്ജറ്റിനെ പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. കണ്ടെയ്നർ വിഡ്ജറ്റ് എന്ന് പറയുന്നത് ഇതൊരു ചൈൽഡ് വിഡ്ജറ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഇതിന് സാധിക്കും. കൂടാതെ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ചൈൽഡ് വിഡ്ജറ്റിൻ്റെ പൊസിഷനിങ്ങും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട്, സൈസിങ്, ഇതെല്ലാം നമുക്ക് ഇതിലൂടെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കൊരു എക്സാമ്പിളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഞാനിവിടെ ഒരു പുതിയ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ ഞാൻ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടെയ്നർ എക്സാമ്പിൾ എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ്, ഒരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ഇൻഹെറിറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ബിൽഡ് മെത്തേഡുണ്ട്, അതിൻ്റെ അകത്ത് മെറ്റീരിയൽ ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിൽ മെറ്റീരിയൽ വിഡ്ജറ്റ് ഞാൻ നൽകിയിട്ടുണ്ട്. അതിനുള്ളിൽ സ്കാഫോൾഡ് അതുപോലെ തന്നെ ആപ്പ് ബാർ സെറ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്തിരിക്കുന്നത്. ഇതിനുള്ളിലേക്ക് ഞാനിനി ചെയ്യാൻ പോകുന്നത് ഒരു ആപ്പ് ബാറിനുള്ളിലേക്ക് ഒരു കണ്ടെയ്നറിനെ കൊണ്ടുവരികയാണ്. അതിനായിട്ട് ഞാൻ സ്കാഫോൾഡിൽ ബോഡി നൽകുകയാണ്, പ്രോപ്പർട്ടി നൽകുന്നു. എന്നിട്ട് ഞാൻ കണ്ടെയ്നർ നൽകുന്നു. കണ്ടെയ്നർ ഓക്കെ. കണ്ടെയ്നറിൻ്റെ ചൈൽഡായിട്ട് ഞാനൊരു ടെക്സ്റ്റാണ് നൽകാൻ പോകുന്നത്. ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ്, ടെക്സ്റ്റ് ഐ ലൈക്ക് ഡാർട്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യാം. ഹോട്ട് റീലോഡ് പ്രസ് ചെയ്യുന്നു. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും ഐ ലൈക്ക് ഡാർട്ട് എന്ന് പറഞ്ഞ് നമുക്ക് വളരെ ടൈനി ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഇതിൻ്റെ ടെക്സ്റ്റിൻ്റെ സൈസ് ഒന്ന് ഇംപ്രൂവ് ചെയ്യുകയാണ്. ടെക്സ്റ്റ് സ്റ്റൈൽ ഓഫ് ഫോണ്ട് സൈസ് 20. ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ നമ്മുടെ ചൈൽഡായിട്ടുള്ള ടെക്സ്റ്റിനെ ഇത് പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മൾ ഈ നൽകിയിരിക്കുന്ന ഒരു ടെക്സ്റ്റിൻ്റെ സൈസായിരിക്കും ഇത് എടുക്കുക. ഓക്കെ, അപ്പോൾ എനിക്കിതിനൊരു ബാക്ക്ഗ്രൗണ്ട് നൽകണം, ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ എനിക്ക് നൽകണമെങ്കിൽ സാധിക്കും. എൻ്റെ കണ്ടെയ്നറിനായിരിക്കും ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ നൽകുക. കളേഴ്സ് ഡോട്ട് ഗ്രീൻ എന്ന് നൽകുന്നു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഹോട്ട് റീലോഡ് പ്രസ് ചെയ്യുന്നു. അപ്പോഴേക്കും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഐ ലൈക്ക് ഡാർട്ട് എന്നുള്ളത് എന്തായി മാറിയിരിക്കുകയാണ്. ഇതിന് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഗ്രീൻ കളർ വന്നിരിക്കുകയാണ്. ഇനി ഞാനിതൊന്ന് സെൻറ്റർ ചെയ്യാം. കണ്ടെയ്നറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഓൾട്ടും എൻ്ററും കൂടെ പ്രസ് ചെയ്യാം. എന്നിട്ട് റാപ്പ് വിത്ത് സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഞാൻ ഹോട്ട് റീലോഡ് ചെയ്യുന്നു. അപ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കും ഐ ലൈക്ക് ഡാർട്ട് എന്നുള്ളത് സെൻറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കണ്ടെയ്നറിന് ഒരു സ്പെസിഫിക് സൈസും നൽകാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഞാനിവിടെ ഒരു സൈസ് എനിക്ക് സെറ്റ് ചെയ്യുകയാണ്. വിഡ്ത്ത് 500, ഹൈറ്റ് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് 200. ഓക്കെ, എന്നിട്ട് ഹോട്ട് റീലോഡ് ചെയ്യുന്നു. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ കണ്ടെയ്നർ വളരെ വലിയൊരു കണ്ടെയ്നറായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ സൈസ് നമ്മുടെ ഈ ഒരു സൈസ്, അതായത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിൻ്റെ സൈസ് അല്ല അത് യൂസ് ചെയ്യുന്നത്, നമ്മൾ നൽകിയിരിക്കുന്ന ഈ വാല്യൂ അനുസരിച്ചായിരിക്കും അതിൻ്റെ സൈസ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. ഓക്കെ, അപ്പോഴേക്കും ഞാൻ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു സൈസിലേക്ക് ഇതിനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി എനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, എനിക്ക് വേണമെങ്കിൽ ഇതിന് പാഡിങ് നൽകാനായിട്ട് സാധിക്കും. പാഡിങ്, അതായത് പാഡിങ് എന്ന് പറയുന്നത് ഇൻസൈഡ് ദ കണ്ടെയ്നറിനുള്ളിലായിരിക്കും. അതായത് എനിക്ക് കണ്ടെയ്നറിനുള്ളിൽ സ്പേസ് അലോക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എറൗണ്ട് നമ്മുടെ ചൈൽഡ് വിഡ്ജറ്റിന് എറൗണ്ട് എനിക്ക് സ്പേസ് അലോക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ പാഡിങ് എനിക്ക് ആഡ് ചെയ്യാം. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എഡ്ജ് ഇൻസെറ്റ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിൽ നിന്ന് ഓൾ ചൂസ് ചെയ്യുന്നു. എന്നിട്ട് ഒരു ഡബിൾ വാല്യൂ ഞാനവിടെ പാസ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, 20.0 അതിൻ്റെ പാഡിങ്ങിൻ്റെ സൈസാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഹോട്ട് റീലോഡ് ചെയ്യാം. ഞാൻ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് പ്രോപ്പർട്ടി റിമൂവ് ചെയ്യുകയാണ്. ഓക്കെ, എന്നിട്ട് ഹോട്ട് റീലോഡ് ചെയ്യാം. ഞാൻ ഇനി ഇതിന് പാഡിങ് നൽകുകയാണ്. പാഡിങ് എഡ്ജ് ഇൻസെറ്റ്സ് ഡോട്ട് ഓൾ ഓഫ് 20.0 ഇതൊരു ഡബിൾ വാല്യൂ ആണ്. ഇപ്പോൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും എൻ്റെ ചൈൽഡ് വിഡ്ജറ്റിൻ്റെ എറൗണ്ടിൽ എനിക്കൊരു സ്പേസ് അലോക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അതൊരു പാഡിങ് ആണ്, ഒരു പാഡിങ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി എനിക്ക് ട്രാൻസ്ഫോർമേഷൻസും അതിൻ്റെ അകത്ത് ചെയ്യാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ട്രാൻസ്ഫോം, അതിനുശേഷം മെട്രിക്സ് 4 ഡോട്ട് റൊട്ടേഷൻ
dot rotation z, then rotation value നൽകുകയാണ് 0.06. ഓക്കെ, ഹോട്ട് റീലോഡ് ചെയ്യാം. അപ്പോഴേക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും അതിൻ്റെ ആ കണ്ടെയ്നർ ഒരു വശത്തേക്ക് റൊട്ടേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഈ വാല്യൂ ഇവിടെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 0.09 ഇവിടെ 20 നൽകുകയാണെങ്കിൽ അപ്പോഴേക്കും നമ്മുടെ കണ്ടെയ്നർ കുറച്ചുകൂടെ ചെരിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, വളരെ സിമ്പിളാണ്. അടുത്ത സെഷനിൽ നമ്മൾ എങ്ങനെ വിഡ്ജറ്റുകൾ നമുക്ക് തന്നെ കണ്ടെയ്നർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം.